ഹായ് ഓൾ, എല്ലാവർക്കും ലക്ഷ്യ ട്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചർ, അതേപോലെ തന്നെ അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എങ്ങനെയൊക്കെ നമുക്ക് പേര് കൊടുക്കാം എന്നതാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അടുത്ത രണ്ടാമത്തെ സെക്ഷനായിട്ട് വരുന്നത് ഐസോമെറിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് സെക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ സ്പെസിഫിക് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഫോക്കസസ് ഓൺ ദ സ്റ്റഡി ഓഫ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ഇൻക്ലൂഡിംഗ് ദെയർ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻസ്. അപ്പോൾ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നോർമലി ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പോൾ കാർബൺ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറിനെ പറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും അതേപോലെ തന്നെ ഈ കാർബൺ കോമ്പൗണ്ട്സിന്റെ പല പല റിയാക്ഷൻസിനെ ഒക്കെ പറ്റി പഠിക്കുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി. മെയിൻലി ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും അടങ്ങിയ കോമ്പൗണ്ടുകൾ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നോമൻക്ലേച്ചറിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ്, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഹൈഡ്രോ കാർബൺസിനെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നോമൻക്ലേച്ചർ ചെയ്യുന്നത് എന്ന് നോക്കാം. നോമൻക്ലേച്ചറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അറിയേണ്ടത് കാർബണിന്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് ഈ കോമ്പൗണ്ടുകളുടെ പേര് മാറി വരും. അതായത് നമ്പർ ഓഫ് കാർബണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഓരോ കോമ്പൗണ്ടിന്റെയും വേർഡ് റൂട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ അത് കണ്ടിട്ടുള്ളതാണ്. അപ്പോ കാർബണിന്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് വേർഡ് റൂട്ടിന് വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. നമ്പർ ഓഫ് കാർബൺ, ഒരു കാർബൺ ആണ് വരുന്നതെങ്കിൽ വേർഡ് റൂട്ട് മെത്ത് എന്നായിരിക്കും വരിക. 2 കാർബൺ ആവുമ്പോഴേക്കും അത് എത്ത് എന്ന് മാറും. 3 കാർബൺ ആണെങ്കിലോ പ്രൊപ്പ് എന്നതാണ് വേർഡ് റൂട്ട്. 4 കാർബൺ ആവുമ്പോഴേക്കും ബ്യൂട്ട് എന്നതാണ് വേർഡ് റൂട്ട്. ഓക്കെ, അപ്പോ 1 കാർബൺ ആവുമ്പോ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്. ഓക്കെ, ഇനി അടുത്ത് 5 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് പെന്റ് എന്നാണ് വരിക. 6 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് ഹെക്സ് എന്ന് വരും. 7 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് ഹെപ്റ്റ് എന്ന് വരും, ഹെപ്റ്റ്. 8 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് ഒക്റ്റ് എന്ന് വരും. 9 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് നണ്ണ് എന്ന് വരും. 10 കാർബൺ ആണെങ്കിൽ അത് ഡെക്ക് ആയിട്ട് മാറും. അതായത് കാർബണിന്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ വേർഡ് റൂട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നോമൻക്ലേച്ചറിലോട്ട് കടക്കാൻ കഴിയൂ. അപ്പോ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. 1 മുതൽ 10 വരെയുള്ള കാർബൺ ആറ്റംസ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ വേർഡ് റൂട്ടിന് വരുന്ന ചേഞ്ച് എന്താണെന്ന് പഠിക്കണം. അപ്പോ എല്ലാവരും ഒന്ന് ഓർത്തെ, എന്താണ്? 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആവുമ്പോൾ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 കാർബൺ വന്നാൽ ഒക്റ്റ്, 9 കാർബൺ വന്നാൽ നണ്ണ്, 10 കാർബൺ വന്നാൽ ഡെക്ക്. ഇങ്ങനെയാണ് വേർഡ് റൂട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ്, ആൽക്കെയിൻസിന്റെ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഈ ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബൺ കാർബണിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ് വരിക, അല്ലെ? അതായത് ഈ ആൽക്കെയിൻസിന് ഒരു ജനറൽ ഫോർമുലയുണ്ട്, CnH2n+2. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ? ഒരു ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CnH2n+2 എന്നതാണ്. N മാറുന്നതിനനുസരിച്ച്, അതായത് N എന്ന് വെച്ചാൽ എന്താ? കാർബണിന്റെ നമ്പർ മാറുന്നതിനനുസരിച്ച് ഹൈഡ്രജന്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ജനറൽ ഫോർമുല, ആൽക്കെയിൻസിന്റെ ജനറൽ മോളിക്കുലാർ ഫോർമുല. ഇനി നമുക്ക് നോമൻക്ലേച്ചറിലോട്ട് കടക്കാം. ഈ കാർബൺ കോമ്പൗണ്ടുകളെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേരിടാനായിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതാണ് IUPAC. അപ്പോൾ IUPAC പറയുന്ന റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന് നെയിമിംഗ് ചെയ്യുന്നത്. IUPACയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നതാണ്.
അപ്പോൾ IUPAC റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് പേരിടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആൽക്കെയിൻസിന്റെ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് വരുന്ന IUPAC റൂൾസ് നമുക്ക് നോക്കാം. തുടങ്ങാം. ഒന്നാമത്തെ റൂൾ പറയുന്നത് ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് മെയിൻ ചെയിൻ ആൻഡ് ദ റിമൈനിങ് ആസ് ബ്രാഞ്ചസ്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ പേര് കൊടുക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ മെയിൻ ചെയിന് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. മെയിൻ ചെയിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്പർ ഓഫ് കാർബൺസ് ഏറ്റവും കൂടിയ ചെയിൻ ആയിരിക്കും മെയിൻ ചെയിൻ. അതായത് നോക്കിക്കേ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 കോമ്പൗണ്ട്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ 2 കോമ്പൗണ്ട്സിന്റെയും മെയിൻ ചെയിൻ എന്താണ്, ബ്രാഞ്ച് എന്താണ് എന്നത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, അതായത് ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഈ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്നതാണ് മെയിൻ ചെയിൻ ആയിട്ട് വരിക. കാരണം ഈ കാർബണിനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും 1, 2, 3, 4 മൊത്തം 4 കാർബൺ ആണ് ആ ലോങ് ചെയിനിൽ വരുന്നത്. അപ്പോ നമ്പർ ഓഫ് കാർബൺസ് ഏറ്റവും കൂടുതൽ ഏതിലാണ്, ഈ വരച്ചിരിക്കുന്ന ഈ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്ന ചെയിനിലാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കും, മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. എപ്പോഴും മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്തിനെയാണ്, നമ്പർ ഓഫ് കാർബൺസ് ഏറ്റവും കൂടിയ ചെയിൻ ആയിരിക്കും മെയിൻ ചെയിൻ ആയിട്ട് വരിക. അപ്പൊ ഇനി ബാക്കി അഡീഷണൽ ഒരാൾ കിടക്കുന്നുണ്ടോ, ഇതിനെ നമ്മൾ എന്താക്കി മാറ്റും, ബ്രാഞ്ച് ആക്കി മാറ്റും. മെയിൻ ചെയിൻ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ബ്രാഞ്ച് ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുമ്പോഴേക്കും ഇങ്ങനെയും ഒരു ചെയിൻ ഉണ്ട്, അതേപോലെ ഈ ബോക്സിനകത്ത് പോയിരിക്കുന്ന രീതിയിൽ ഇങ്ങനെയും ഒരു ചെയിൻ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരെ പോകുന്ന ചെയിൻ നോക്കുമ്പോഴേക്കും മനസ്സിലാകും അവിടെ കാർബൺ കൗണ്ട് ചെയ്താൽ 1, 2, 3, 4, അതിൽ 4 ആ ചെയിനിൽ 4 കാർബൺ ആണ് ഉള്ളത്. എന്നാൽ ഇനി ഞാനൊന്ന് റബ്ബ് ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ ഈ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയിൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1, 2, 3, 4, 5 കണ്ടോ. അപ്പോ നേരെയുള്ള ചെയിൻ നോക്കുമ്പോഴേക്കും നമ്പർ ഓഫ് കാർബൺസ് 4 ആണ്. ഇങ്ങനെ ഈ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്പർ ഓഫ് കാർബൺസ് 5 ആണ്. അപ്പൊ നമ്മൾ ഏതിനായിരിക്കും മെയിൻ ചെയിൻ എടുക്കുന്നത്, 4 ഉണ്ട് 5 ഉണ്ട്. 4 എടുക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ള ചെയിൻ ആണ് മെയിൻ ചെയിൻ ആയിട്ട് മാറുന്നത്. അപ്പോ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ബോക്സിനകത്തുള്ള ചെയിൻ ആയിരിക്കണം മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. ബാക്കി അഡീഷണൽ കിടക്കുന്ന ഒരു CH3 ഉണ്ട്, അതിനെ എന്തായിട്ട് എടുക്കുക, ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. അപ്പോൾ മെയിൻ ചെയിൻ ഏതാണ്, ബ്രാഞ്ച് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിരുന്നു. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നെയിമിങ്ങിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. നോമൻക്ലേച്ചറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മെയിൻ ചെയിനും ബ്രാഞ്ചും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മനസ്സിലായി. ലോങ്സ്റ്റ് ചെയിൻ ആണ് മെയിൻ ചെയിൻ, ബാക്കി വരുന്നതെല്ലാം ബ്രാഞ്ചസ് ആയിട്ട് മാറും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റം ക്യാരിയിങ് ബ്രാഞ്ച് ഗെറ്റ്സ് ലോവസ്റ്റ് നമ്പർ. നമുക്കിപ്പോ മെയിൻ ചെയിനും ബ്രാഞ്ചും മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മെയിൻ ചെയിന് നമ്പറിംഗ് ചെയ്യണം. മെയിൻ ചെയിനെ എന്ത് ചെയ്യണം, നമ്പറിംഗ് ചെയ്യണം. എങ്ങനെയാണ് നമ്പറിംഗ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഈ ഫിഗറിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, നമ്പറിംഗ് ചെയ്യേണ്ടത് ഒരു മെയിൻ ചെയിനിന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്മൾ നമ്പറിംഗ് ചെയ്യണം. അതായത് രണ്ട് സൈഡ്, ബോത്ത് സൈഡ്സിൽ നമ്മൾ നമ്പർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ടിനെ ഞാൻ നമ്പർ ചെയ്ത് കാണിച്ചു തരാം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിംഗ് കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും, 1, 2, 3, 4 അല്ലെ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിംഗ് ചെയ്തു. അടുത്ത റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിംഗ് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കും, 1, 2, 3, 4 ഓക്കെ അല്ലേ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് നോക്കണം. നമ്മൾ ഇട്ട നമ്പറിൽ ഏത് പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിന്റെ സ്ഥാനം 2 ആണ് അല്ലെ. 2 ആണ് നമ്മുടെ ബ്രാഞ്ചിന്റെ സ്ഥാനം. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിന്റെ സ്ഥാനം 3 ആണ്. ഓക്കെ, ഇനി എന്താ, ഇനി ഒന്നുകൂടെ ഒന്ന് റൂളിലോട്ട് നോക്കിയേ. നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് കാർബൺ ആറ്റം ക്യാരിയിങ് ദ ബ്രാഞ്ച് ഗെറ്റ്സ് ലോവസ്റ്റ് നമ്പർ. നമ്മുടെ ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരുന്ന ഡയറക്ഷൻ എടുക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് പോയപ്പോഴേക്കും നമ്പർ വന്നത്, പൊസിഷൻ വന്നത് 2ലാണ്. റൈറ്റ് ടു ലെഫ്റ്റ് നോക്കിയപ്പോ പൊസിഷൻ വന്നത് 3ലാണ്. അപ്പൊ നമ്മൾ ഇനി ഇതിൽ ഏതെടുക്കും, 3 എടുക്കാൻ പാടില്ല, 2 ആയിരിക്കും നമ്മളുടെ പൊസിഷൻ. അപ്പൊ ഇത് മനസ്സിലായോ. സെക്കൻഡ് കോമ്പൗണ്ടിനും കൂടെ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ മെയിൻ ചെയിനാണ് നമ്പർ ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4, 5
മെയിൻ ചെയിനിന് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിങ് ചെയ്തു. അടുത്ത റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് നമ്പർ ചെയ്ത് നോക്കിക്കേ. 1 2 3 4 5 അല്ലെ. അപ്പോ ഇനി ബ്രാഞ്ചിനെ നോക്കാം. ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഈ CH3 ആണ്. ഇനി നമ്മുടെ ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റം ഏതാണെന്ന് നോക്കിക്കേ. ദേ ഈ കാർബൺ ആറ്റത്തിലാണ് CH3 വരുന്നത് അല്ലെ. അപ്പോ ആ കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ ഇനി നോക്കാം. CH3 വരുന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോൾ 3 ആണ്, റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പോഴും 3 ആണ് അല്ലെ. ബോത്ത് ഡയറക്ഷനിൽ 3 ആണ്. അപ്പൊ പിന്നെ അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. പൊസിഷൻ എന്തായിട്ട് മാർക്ക് ചെയ്യാം? 3 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്തെടുക്കും? ലോവസ്റ്റ് എടുക്കും, ഹയസ്റ്റിനെ മാറ്റും. ഹയസ്റ്റിന്റെ ആ ഡയറക്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ മാത്രം ഡയറക്ഷൻ കൊടുക്കുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ മക്കളെ നമ്മൾ ചെയ്തത്? മെയിൻ ചെയിനും ബ്രാഞ്ചും ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പറിങ് ചെയ്യണം. നമ്പറിങ് ചെയ്യുമ്പോൾ ബോത്ത് സൈഡ്സ് നമ്പർ ചെയ്ത് നോക്കുക. അതിൽ ലോവസ്റ്റ് പൊസിഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഈ 2 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ദ സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. നമ്മൾ ബ്രാഞ്ച് ആയിട്ട് സെലക്ട് ചെയ്തവരില്ലേ, അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ. അതായത് ഈ എക്സാമ്പിളിൽ നമ്മൾ എടുത്ത ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ആരാണ്? ഈ CH3 ആണ്. ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഈ CH3 ആണ് അല്ലെ. അപ്പൊ CH3 എന്ന് വരുമ്പോ ഒരു കാർബൺ ആണ് ഉള്ളത് അല്ലെ. ഒരു കാർബൺ ആണെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് എന്താണ്? മെത്താണ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലായി. ഈ 2 കോമ്പൗണ്ടിലെയും ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലായി അല്ലെ. ഈ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഇനി എങ്ങനെ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് പേര് കൊടുക്കാം അല്ലെ? നെയിമിംഗ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് നോക്കാം. ആദ്യം എന്ത് മനസ്സിലാക്കണം? വേർഡ് റൂട്ട് മനസ്സിലാക്കണം. വേർഡ് റൂട്ട് എങ്ങനെയാ മനസ്സിലാക്കുക? ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ. അപ്പൊ വേർഡ് റൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? YL കൂടെ ആഡ് ചെയ്താൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിമിംഗ് ആയി. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ മെത്ത് എന്നാണ് വേർഡ് റൂട്ട് കൊടുക്കുക. അപ്പോ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ ഇത് ആൽക്കൈൽ ഗ്രൂപ്പ് ആവും അല്ലെ. അപ്പൊ ബ്രാഞ്ചിന് നമ്മൾ എന്തും കൂടെ ചേർത്ത് എഴുതണം? YL കൂടെ ചേർത്ത് ഇതിനെ എങ്ങനെ വായിക്കും? മീഥൈൽ എന്ന് വായിക്കും. ഇനി ബ്രാഞ്ച് ആയിട്ട് വരുന്നത് 2 കാർബൺ ആണെങ്കിൽ നമ്മൾ എത്ത് എന്നായിരിക്കും കൊടുക്കുക. ഇനി ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും? YL കൂടെ ആഡ് ചെയ്ത് ഈഥൈൽ എന്ന് വായിക്കും. ഇനി 3 കാർബൺ ഉള്ള ഒരു ബ്രാഞ്ച് ആണ് വരുന്നതെങ്കിൽ അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പൈൽ. അതായത് എല്ലാത്തിന്റെ കൂടെയും YL ചേർത്താൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിമിംഗ് ആയി, അതായത് ബ്രാഞ്ചിന്റെ നെയിമിംഗ് ആയി. ക്ലിയർ ആണോ? അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായി. നാലാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കാം. വൈൽ റൈറ്റിംഗ് IUPAC നെയിം എ ഹൈഫൻ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ന്യൂമറൽസ് ആൻഡ് ആൽഫബറ്റ്സ്. അതായത് നമുക്ക് അതിനി അടുത്ത നെയിമിംഗ് കൊടുക്കുമ്പോൾ അത് മനസ്സിലാവും. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതിൽ ന്യൂമറൽ പാർട്ടും വരും, അതേപോലെ വേർഡ് പാർട്ടും വരും. അത് നമുക്കിനി എക്സാമ്പിൾ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ന്യൂമറലിനെയും വേർഡ് പാർട്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഹൈഫൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിളിലോട്ട് കടക്കുമ്പോൾ മനസ്സിലാവും. അതായത് അപ്പൊ ജനറലി ഒരു ആൽക്കൈനെ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, ആൽക്കൈന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത്, പേര് കൊടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എഴുതണം. അത് കഴിഞ്ഞാൽ ഒരു ഹൈഫൻ കൊടുക്കണം. അതും കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് എഴുതണം. നെക്സ്റ്റ് വേർഡ് റൂട്ട് എഴുതണം. അത് കഴിഞ്ഞാൽ സഫിക്സ് എഴുതണം. ഈ സഫിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൽക്കെയിൻ ആണെങ്കിൽ ANE ചേർക്കും, ആൽക്കീൻ ആണെങ്കിൽ ENE ചേർക്കും, ആൽക്കൈൻ ആണെങ്കിൽ YNE ചേർക്കും. ഇതാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കോമ്പൗണ്ട് കണ്ടാൽ അത് ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്നത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലെ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ. അപ്പോ സഫിക്സ് എപ്പോഴും ആൽക്കെയിൻ ആണെങ്കിൽ ANE എന്ന് കൊടുക്കുക, ആൽക്കീൻ ആണെങ്കിൽ ENE എന്ന് കൊടുക്കുക, ആൽക്കൈൻ ആണെങ്കിൽ YNE എന്ന് കൊടുക്കുക. ഇനി നമുക്ക് നെയിമിംഗ് നോക്കാം.
ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഒരു കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ പഠിച്ച റൂൾസിനനുസരിച്ച് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താണ്? മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ മെയിൻ ചെയിൻ നോക്കിയേ, ഇങ്ങനെ പോകുന്ന സ്ട്രെയിറ്റ് ചെയിൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് കാർബൺസ് എത്രയാണ്? 1 2 3 4 5 അല്ലെ, 5 കാർബൺസ് ആണ്. നെക്സ്റ്റ് ഇനി വേറൊരു ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ മെയിൻ ചെയിനെ നോക്കാം? മെയിൻ ചെയിൻ ആണോ നോക്കാം. ഇതുപോലെ ഒരു ചെയിൻ വരുമോ എന്ന് നോക്കാം. അതെങ്ങനെ നോക്കണം? നമ്പർ ഓഫ് കാർബൺസ് എണ്ണി നോക്കണം. 1 2 3 4 5. അപ്പോ എങ്ങനെ നോക്കിയാലും നമ്പർ ഓഫ് കാർബൺസ് 5 ആണ് അല്ലെ. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയാലും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും നമ്പർ ഓഫ് കാർബൺസ് എങ്ങനെയാ വരുന്നത്? 5 തന്നെയാണ് വരുന്നത്. അപ്പോ ഏതെടുത്താലും പ്രശ്നമില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദേ ഇത് തന്നെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം അല്ലെ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ബ്രാഞ്ച് ആയിരിക്കും അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, മെയിൻ ചെയിൻ ഏതാണ്, ബ്രാഞ്ച് ഏതാണ് എന്നത് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ ആദ്യം പഠിക്കുമ്പോഴാണ് ഇങ്ങനെ സ്റ്റെപ്പായിട്ടൊക്കെ ചെയ്യുന്നത്. കുറെ എക്സാമ്പിൾസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ഇത് ചെയ്യുന്ന രീതിയിലോട്ട് മാറും, അതിലോട്ട് നമ്മൾ എത്തും. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തു പോവാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? ഇതിന് നമ്പറിങ് ചെയ്യണം അല്ലെ. മെയിൻ ചെയിന് നമ്പറിങ് ചെയ്യണം. ചെയ്യാലോ, രണ്ട് ഡയറക്ഷനിലും ചെയ്തു നോക്കാം. അങ്ങോട്ടാണെങ്കിൽ 1 2 3 4 5 5 കാർബൺ ഞാൻ നമ്പർ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പോൾ 1 2 3 4 5 നമ്പറിങ്ങും ചെയ്തു. അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ നോക്കണം അല്ലെ. നമ്മുടെ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ നോക്കുമ്പോഴേക്കും ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ബ്രാഞ്ച് വരുന്നത് 4ാമത്തെ പൊസിഷനിലാണ്. റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ബ്രാഞ്ച് വരുന്നത് 2ാമത്തെ പൊസിഷനിലാണ്. ഏതെടുക്കും? 4 എടുക്കുവോ 2 എടുക്കുവോ? 2 എടുക്കും, 4 വേണ്ട. കാരണം 2 ആണ് ലോവസ്റ്റ് നമ്പർ അല്ലെ. അപ്പൊ ബ്രാഞ്ച് വരുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ വരുന്ന ഡയറക്ഷൻ ആണ് എടുക്കേണ്ടത്. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് എടുത്തത്? റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ എടുത്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എടുത്തത്. അപ്പോ പൊസിഷൻ 2 ആണെന്നുള്ളത് മനസ്സിലായി. ഇനി എല്ലാം ഒന്ന് റബ്ബ് ചെയ്യാം, നമുക്ക് പേരെഴുതണമല്ലോ. ഓക്കെ, അപ്പൊ പൊസിഷൻ 2 ആണെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. നമ്മൾ പഠിച്ചത് എന്താണ്? IUPAC റൂൾ അനുസരിച്ച് ആദ്യം പൊസിഷൻ ആണ് മാർക്ക് ചെയ്യേണ്ടത്, പൊസിഷൻ ആണ് എഴുതേണ്ടത്. നമ്മുടെ പൊസിഷൻ ഞാൻ എഴുതി 2 ആണ് പൊസിഷൻ. പൊസിഷൻ കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഹൈഫൻ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊസിഷൻ കഴിഞ്ഞു, ഞാൻ ഹൈഫൻ എഴുതി. അടുത്ത് എന്താ ചെയ്യേണ്ടത്? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെഴുതുക. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരാണ്? ബ്രാഞ്ച് ആണ്. ബ്രാഞ്ച് നോക്കുമ്പോഴേക്കും ഒരു കാർബൺ മാത്രമാണുള്ളത്. ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് മെത്ത് എന്നാണ്. ഒപ്പം YL കൂടെ ചേർത്താലേ അത് ബ്രാഞ്ച് ആവുള്ളൂ, അല്ലെങ്കിൽ ആൽക്കൈൽ ആവുള്ളൂ. അപ്പോ അതും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്? വേർഡ് റൂട്ട് എഴുതണം. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ചെയിനിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ഉണ്ടെന്ന് നോക്കണം. എത്ര നമ്പർ ഓഫ് കാർബൺ ഉണ്ട് ടോട്ടൽ? നമ്മൾ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 കാർബൺസ് ഉണ്ട് അല്ലെ. അപ്പൊ 5 വന്നാലുള്ള വേർഡ് റൂട്ട് നമ്മൾ പഠിച്ചതാ. 5 വന്നാലുള്ള വേർഡ് റൂട്ട് പെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ കൂടെ ചേർത്ത് എന്തും കൂടെ എഴുതാം? പെന്റ് എന്ന് എഴുതാം. ഇത് എഴുതുമ്പോൾ ഒന്നും സ്പേസ് ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ഇതിനിടയിൽ സ്പേസ് ഒന്നും ഇടണ്ട, ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ പെന്റുമായി. ഇനി എന്താ ചേർക്കേണ്ടത്? വേർഡ് റൂട്ട് ചേർത്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സഫിക്സ് നോക്കുക. സഫിക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് ആൽക്കെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സഫിക്സ് ചേർക്കുന്നത് ANE ആണ്. ഇനി ആ പേരൊന്ന് വായിച്ചേ, 2-methyl pentane. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് 2-methyl pentane. ഞാൻ എല്ലാം ഒന്ന് മായ്ക്കുകയാണ്. ഈ കോമ്പൗണ്ട് നമ്മൾ എടുത്ത എക്സാമ്പിളിലുള്ള കോമ്പൗണ്ടിന്റെ പേര് എന്താണ്? 2-methyl pentane. ഇതാണ് 2-methyl pentane. ക്ലിയർ ആണോ? കൂടുതൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ IUPAC റൂൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ കോമ്പൗണ്ടിന് പേര് കൊടുത്തു. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് 2-methyl pentane. ഓക്കെ, നെക്സ്റ്റ് ഈ എക്സാമ്പിളിലുള്ള മെയിൻ ചെയിനിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നമുക്ക് 5 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടെത്തി. 5 ആണെങ്കിൽ വരുന്ന വേർഡ് റൂട്ട് പെന്റ് ആണ്. സഫിക്സ് ANE ആണ്. ആൽക്കെയിൻ ആയതുകൊണ്ട് ANE ആണ്. ഇനി നെയിം ഓഫ് ദ ബ്രാഞ്ച് നമ്മൾ അവിടെ മനസ്സിലായി അല്ലേ? നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ ആണ്. നെയിം ഓഫ് ദ ബ്രാഞ്ച് മീഥൈൽ ആണെന്ന് മനസ്സിലായി. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2 ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ പേര് കൊടുത്തു 2-methyl pentane അല്ലെ. നമ്മൾ ഇവിടെ 2-methyl pentane എന്ന് നമ്മൾ പേര് കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് നെയിമിംഗ് ചെയ്യേണ്ടത്.
അപ്പൊ നമുക്കിനി കൂടുതൽ എക്സാമ്പിൾസ് പരിചയപ്പെടാം. ഞാൻ ഓരോ കോമ്പൗണ്ടുകൾ എഴുതും, നിങ്ങൾ എന്റെ കൂടെ നെയിമിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. എനിക്ക് മുന്നേ നിങ്ങൾക്ക് നെയിമിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ എഴുതുന്ന എക്സാമ്പിൾ CH3, CH2, CH, CH2, CH2, CH3, CH3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ കോമ്പൗണ്ടിന്റെ പേര് കൊടുക്കണം. പേര് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ചെയ്തു നോക്കാം. പേര് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? കാർബൺ ആറ്റംസിന് നമ്മൾ നമ്പർ ഇടും അല്ലെ. ബോത്ത് ഡയറക്ഷൻ കാർബൺ ആറ്റത്തിന് നമ്പർ ചെയ്തു. നമ്പർ ഓഫ് കാർബൺ ആറ്റം 6 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ നമ്മൾ നമ്പറിങ് ചെയ്തു. അടുത്ത് അവിടെ നിങ്ങോട്ടേക്ക് നമ്പർ ചെയ്യുമ്പോൾ ഇങ്ങനെ പോകും അല്ലെ. നമ്പറിങ് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമ്പറിങ് കഴിഞ്ഞു. അടുത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ. ബ്രാഞ്ച് കിടക്കുന്ന പൊസിഷൻ നോക്കുമ്പോൾ 3ഉം ഉണ്ട് 4ഉം ഉണ്ട് അല്ലെ. 3ലും 4ലും ഉണ്ട്. അപ്പൊ അതിൽ ഏതെടുക്കും? 3 അല്ലെ, ഏറ്റവും ചെറുത് 3. 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിലെ ലോവസ്റ്റ് 3 ആണ്. അപ്പൊ ഞാൻ ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതി 3. ഇനി എന്താ? പൊസിഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത് ഹൈഫൻ ഇടാൻ മറക്കരുത്. ഹൈഫൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ബ്രാഞ്ച് ആരാണെന്ന് നോക്കുക. ഇതാണ് ബ്രാഞ്ച് അല്ലെ. ബ്രാഞ്ച് നോക്കുമ്പോഴേക്കും നമ്പർ ഓഫ് കാർബൺസ് എത്രയാണ്? ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബൺ ആണെങ്കിൽ നമുക്കറിയാം മെത്താണ് വരേണ്ടത്. ഒപ്പം നമ്മൾ YL കൂടെ ചേർക്കും, മീഥൈൽ. അങ്ങനെ അത് മീഥൈൽ എന്നായി. ഇനി എന്ത് ചെയ്യാ? മെയിൻ ചെയിനിലുള്ള നമ്പർ ഓഫ് കാർബൺസ് നോക്കുക. എത്ര നമ്പർ ഓഫ് കാർബൺസ് ഉണ്ട്? 6 ഉണ്ട് അല്ലെ. 6 ആണെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് വരുന്നത് ഹെക്സ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ ഹെക്സും കൂടെ എഴുതും. ഇനി എന്താ? ഇതൊരു ആൽക്കെയിൻ അല്ലേ, എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് കൊടുക്കേണ്ടത് ANE. അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 3-methyl hexane. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? 3-methyl hexane. നിങ്ങൾക്കും കിട്ടിയോ 3-methyl hexane ആണെന്ന്? ഓക്കെ, അടുത്ത എക്സാമ്പിളോട്ട് കിടക്കാം. CH3, CH, CH2, CH2, CH3, CH2, CH3. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നെയിമിംഗ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് നെയിമിംഗ് ചെയ്യാം. നോമൻക്ലേച്ചറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക. ഇതിന്റെ മെയിൻ ചെയിൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണെന്നുള്ളത് നോക്കണം അല്ലെ. അപ്പോ പല രീതിയിൽ നമുക്ക് നോക്കാം. ഇങ്ങനെ പോകുന്ന സ്ട്രേറ്റ് ചെയിൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് കാർബൺസ് എത്രയായിരിക്കും? 1, 2, 3, 4, 5 അല്ലെ. ഇവിടെ എത്ര കാർബൺസ് ഉണ്ട്? 5 കാർബൺസ് ഉണ്ട്. 5 ഈ ഡയറക്ഷൻ എടുക്കുമ്പോൾ 5 കാർബൺസ് ഉണ്ട്. ഇനി നമുക്ക് വേറെ രീതിയിൽ നോക്കാം. വേറെ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡയറക്ഷനിൽ എടുത്ത് നോക്കിയേ. ഇങ്ങനെ പോകുന്ന രീതിയിൽ ഒരു മെയിൻ ചെയിൻ നോക്കിയേ. അപ്പൊ എത്ര കാർബൺ ആറ്റംസ് വരും? 1, 2, 3, 4, 5, 6. 6 വന്നു ആണോ? 6 വന്നു. അപ്പൊ നമുക്ക് 5 നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 6 ആണ് ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പൊ ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് നോക്കേണ്ടത് ഏതാണ്? 6 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന ചെയിൻ ആണ് നമ്മുടെ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്നത് എന്തായി മാറും? ആൽക്കൈൽ ഗ്രൂപ്പ് അഥവാ ബ്രാഞ്ച് ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മുടെ മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ബാക്കിയുള്ളത് എന്തായി മാറി? ബ്രാഞ്ച് ആയിട്ട് മാറി. അപ്പൊ നമുക്കിനി ഫസ്റ്റ് സ്റ്റെപ്പായി മെയിൻ ചെയിൻ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്പറിംഗ് ചെയ്യണം അല്ലെ. നമ്പറിംഗ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 അങ്ങനെ നോക്കാം. ഇനി തിരിച്ചുള്ള ഡയറക്ഷൻ എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് വരും അല്ലെ. അപ്പൊ ഏത് ഡയറക്ഷനിൽ നോക്കുമ്പോഴാണ് ബ്രാഞ്ചിന് ലോവസ്റ്റ് പൊസിഷൻ വരുന്നത്? 3 അല്ലേ. 3ഉം 4ഉം ആണ്. അപ്പൊ നമ്മൾ അതിൽ ഏത് പൊസിഷൻ എടുക്കും? 3 എടുക്കും. കാരണം ലോവസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. പേര് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പൊസിഷൻ എഴുതും. 3 എന്ന് എഴുതി പൊസിഷൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്രാഞ്ച് ആരാണ്? ഒരൊറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ മെത്താണ്. ഒപ്പം നമ്മൾ YL കൂടെ ചേർത്ത് മീഥൈൽ എന്ന് എഴുതി. ഇനി മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 ഉണ്ട്. 6 ആണെങ്കിൽ വരുന്ന വേർഡ് റൂട്ട് ഹെക്സ് ആണ്. ഒപ്പം നമ്മൾ ANEയും കൂടെ ചേർത്ത് ഹെക്സൈൻ എന്ന് എഴുതി. അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര് 3-methyl hexane എന്നായി മാറി. ക്ലിയർ ആണോ? അപ്പോ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് പരിചയപ്പെട്ടു അല്ലെ. അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഒരു ആൽക്കെയിനെ, ഇതെല്ലാം ആൽക്കെയിനെ മാത്രമാണ് നമ്മൾ നെയിമിംഗ് ചെയ്തത് അല്ലെ. ഇനി ആൽക്കീൻസ് അടുത്ത സെക്ഷനിലാണ് വരുന്നത്. അപ്പൊ ആൽക്കെയിൻസിനെ എങ്ങനെയാണ് നെയിമിംഗ് ചെയ്തത് എന്ന് നമ്മൾ നോക്കി. അപ്പോ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അടുത്ത എക്സാമ്പിളിലോട്ട് കിടക്കാം. CH3, CH, CH2, 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 CH3, CH2, CH3.
ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ. ഒന്ന് നിങ്ങൾ പേര് കൊടുത്ത് നോക്കിയേ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെയിമിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. തുടങ്ങാം. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? ലോങ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെ? സ്ട്രേറ്റ് ചെയിൻ നോക്കുമ്പോഴേക്ക് എത്ര കാർബൺസ് ഉണ്ട്? 1 2 3 4 5 6 7 7 കാർബൺസ് ഉണ്ട്, അല്ലെ? 7 കാർബൺസ് ഉണ്ട്. ഇനി അല്ലാണ്ട് അതെ ഈ ഡയറക്ഷനിൽ നോക്കുവാണെങ്കിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 5 6 7 8. കണ്ടോ? അപ്പൊ എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ലോങ് ചെയിൻ ഏതാണെന്നുള്ളത് പല രീതിയിൽ നമ്മൾ പൊസിഷൻ നോക്കണം, അല്ലെ? അങ്ങനെയൊക്കെ പല ഡയറക്ഷനിൽ നോക്കുമ്പോഴായിരിക്കും ലോങ് ചെയിൻ മനസ്സിലാവുക. അപ്പൊ നമ്മളിവിടെ സ്ട്രേറ്റ് ചെയിൻ നോക്കുമ്പോഴേക്കും 7 കാർബണേ വന്നോളൂ. എന്നാൽ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും എത്ര എണ്ണം വന്നു? 8 കാർബൺ വന്നു. നമ്മുടെ ബ്രാഞ്ച് അപ്പൊ വീണ്ടും മീഥൈൽ തന്നെയാണ്, അല്ലെ? ബ്രാഞ്ചിന്റെ പൊസിഷൻ നോക്കുമ്പോഴേക്കും എത്രയാണെന്ന് മനസ്സിലായി? 3 ആണ്, അല്ലെ? ബ്രാഞ്ചിന്റെ പൊസിഷൻ. ബ്രാഞ്ച് കിടക്കുന്നത് 3rd പൊസിഷനിലാണ്. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ ആണ്, അല്ലെ? മീഥൈൽ ആണ്. 8 കാർബൺ വന്നാൽ ഒക്ടാണ്. ANE സഫിക്സ് ANEയും കൂടെ ചേർക്കുമ്പോൾ 3-methyl octane എന്ന പേര് വരും, അല്ലെ? 3-methyl octane എന്ന പേര് വരും. ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ അടുത്ത കോമ്പൗണ്ട് ഇതാണ്. നമുക്ക് ഇതിനെ നെയിമിംഗ് ചെയ്യാം. എങ്ങനെയാണ്? ഫസ്റ്റ് ലോങ് ചെയിൻ മാർക്ക് ചെയ്യുക. ലോങ് ചെയിൻ നോക്കുമ്പോഴേക്കും ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എത്ര കാർബൺ വരും? 1 2 3 4 5 കാർബൺ വരും. അല്ലാതെ ഇങ്ങനത്തെ ഈ സൈഡിൽ നോക്കുമ്പോൾ എത്ര കാർബൺ തന്നെയാണ്? 1 2 3 4 5, അല്ലെ? 5 കാർബൺ ആണ്. അപ്പൊ ഏത് ഡയറക്ഷനിൽ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ടോട്ടൽ നമ്പർ ഓഫ് കാർബൺസ് ലോങ് ചെയിനിൽ വരുന്ന കാർബൺസ് 5 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത് ഇത് തന്നെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം, അല്ലെ? കളർ ഒന്ന് മാറ്റി തരാം. ഇത് തന്നെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ചെയിൻ മനസ്സിലാക്കി. അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? നമ്പറിംഗ് ആണ്. നമ്പറിംഗ് നമ്മൾ ചെയ്തു, അല്ലെ? ഈ നമ്പറിംഗിന്റെ ആവശ്യമില്ല ഇപ്പോ. ഇനി എന്താ? നമ്മൾ നമ്പറിംഗും ചെയ്തു, അല്ലെ? 1 2 3 4 5 അങ്ങനെ നമ്പറിംഗും ചെയ്തു. ഇനി നമ്പറിംഗ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എവിടെയാണ് ബ്രാഞ്ച്? ബ്രാഞ്ച് ഇതല്ലേ ഇപ്പൊ ബ്രാഞ്ച് ആയിട്ട് മാറിയത്, അല്ലെ? ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാണ്? 3 ആണ്. അങ്ങനെ ഞാൻ ബ്രാഞ്ചിന്റെ പൊസിഷൻ 3 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ബ്രാഞ്ചിന്റെ പൊസിഷൻ കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹൈഫൻ ഇടുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കുക. നമ്മുടെ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആറ്റംസ് ഉണ്ട്. 2 കാർബൺ ആറ്റംസ് ആണെങ്കിൽ അതെന്താണ്? എത്താണ്, അല്ലെ? 2 കാർബൺ ആറ്റംസ് ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? എത്താണ്. അതിന്റെ കൂടെ YL കൂടെ ചേർത്തു. ഇനി നമ്മുടെ മെയിൻ ചെയിനിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയുണ്ട്? 5 ഉണ്ട്. 5 ആണെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് പെന്റ് ആണ്. ഒപ്പം ANEയും കൂടെ ചേർത്തു. 3-ethyl pentane. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇത്രയും നേരം പഠിച്ചത് എന്താണ്? ആൽക്കെയിൻസിനെ എങ്ങനെ നെയിം ചെയ്യാം. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. വന്നതെല്ലാം ഒരേ ഒരു ബ്രാഞ്ച് ആയിരുന്നു, അല്ലെ? മെയിൻ ചെയിന്റെ കൂടെ വന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരൊറ്റ ബ്രാഞ്ച് മാത്രമായിരുന്നു, അല്ലെ? അതായത് നമ്മൾ നെയിമിംഗ് ചെയ്യാൻ പഠിച്ചത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഒരു ബ്രാഞ്ച് മാത്രം വരുമ്പോ എങ്ങനെയാണ് ആൽക്കെയിൻസിനെ നെയിമിംഗ് ചെയ്യുന്നത്? ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ കൂടുതൽ എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പേര് കൊടുത്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പൊ ഒരു ബ്രാഞ്ച് വന്നാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായി. ഒന്നും കൂടെ ഞാൻ റൂൾ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം എന്താണ്? പൊസിഷൻ ആണ് എഴുതേണ്ടത്. ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതണം. അത് കഴിഞ്ഞാൽ ഹൈഫൺ വേണം. അത് കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം വേണം. അത് കഴിഞ്ഞാൽ വേർഡ് റൂട്ട് വേണം. അത് കഴിഞ്ഞാൽ സഫിക്സ് വേണം. ഇത്രയുമാണ്. ഈ രീതിയിലാണ് നമ്മൾ ആൽക്കെയിൻസിനെ നെയിം ചെയ്യുന്നത്. അത് ഇപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം എന്താണ്? ഒരു സിംഗിൾ ബ്രാഞ്ച് മാത്രം വരുമ്പോൾ ഉള്ള കേസാണ് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. മോർ ദാൻ 1 ബ്രാഞ്ച് വന്നാൽ എങ്ങനെയാണ് നോമൻക്ലേച്ചർ മാറുന്നത്, അതിന്റെ റൂൾ എങ്ങനെ മാറും എന്നുള്ളത് നോക്കാം. വലിയ മാറ്റമൊന്നുമില്ല. നേരത്തെ പഠിച്ചതിൽ നിന്നും ഒരു ചെറിയ കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് വരുമെന്നതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് മോർ ദാൻ 1 ബ്രാഞ്ച് ഈസ് പ്രസന്റ്, സെലക്ട് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അത് നമ്മുടെ കഴിഞ്ഞ റൂൾ അതുപോലെ തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യണം? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് കാർബൺ ആറ്റംസ് വിത്ത് ബ്രാഞ്ച് ഗെറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ. അതും സെയിം റൂൾ ആണ്, അല്ലെ? ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്മൾ നമ്പർ ചെയ്യുന്നു. എന്നിട്ട് കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് പൊസിഷൻ വരുന്ന ഡയറക്ഷൻ എടുക്കുന്നു. അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്, ഒരേ ബ്രാഞ്ച് ആണ്
മോർ ദാൻ വൺസ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരേ ബ്രാഞ്ച് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് അറിയാമോ? വേർഡ് റൂട്ടിന് മുന്നേ ആയിട്ട് ഒരു പ്രിഫിക്സും കൂടെ ആഡ് ചെയ്യണം. എന്തൊക്കെയാണ് പ്രിഫിക്സ്? 2 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡൈ എന്ന് ചേർക്കണം, പ്രിഫിക്സ് ആയിട്ട് ഡൈ എന്ന് ചേർക്കണം. 3 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് ട്രൈ എന്ന് ചേർക്കണം. 4 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ടെട്ര എന്ന് ചേർക്കണം. പിന്നെ 5 ആണെങ്കിൽ പെന്റ, അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നാൽ അത്രയും ബ്രാഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സെയിം ബ്രാഞ്ച് തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഡൈ എന്ന് ചേർക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 2 തവണ മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ എന്ത് ചെയ്യും? മീഥൈൽ ആണല്ലേ. അപ്പൊ മീഥൈലിന്റെ മുന്നിൽ നമ്മൾ എന്തും കൂടെ ചേർക്കും? ഡൈയും കൂടെ ചേർത്തിട്ട് ഡൈ മീഥൈൽ എന്നാവും. ഓക്കെ, 2 തവണ ഈഥൈൽ ഗ്രൂപ്പ് വന്നാൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഡൈ ഈഥൈൽ എന്നാവും. 3 തവണ മീഥൈൽ വന്നാലോ? ട്രൈ മീഥൈൽ എന്നാവും. കണ്ടോ, ഇങ്ങനെ മാറും. നമ്മൾ നേരത്തെ മീഥൈൽ, ഈഥൈൽ അങ്ങനെ മാത്രമാണ് എഴുതിയത്. പക്ഷെ മോർ ദാൻ വൺസ് വരുമ്പോഴത്തേക്കും എന്ത് എഴുതണം? ഡൈയും ട്രൈയും ടെട്രയും ഒക്കെ ചേർത്ത് എഴുതണം. 2 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡൈ ചേർക്കണം, 3 തവണയാണ് റിപ്പീറ്റ് ചെയ്തെങ്കിൽ ട്രൈ ചേർക്കണം, 4 തവണയാണെങ്കിൽ ടെട്ര ചേർക്കണം. ക്ലിയർ ആണോ? അപ്പൊ നേരത്തെ പറഞ്ഞത് അല്ലാത്തതായിട്ട് നമ്മൾ പഠിച്ച ഒരു പുതിയ റൂളാണ് ഈ ഡൈയും ട്രൈയും ടെട്രയും ഒക്കെ ആഡ് ചെയ്യാന്നുള്ളത്. നെക്സ്റ്റ് ബാക്കിയെല്ലാം സെയിം ആണ്. പൊസിഷൻ നമ്പേഴ്സ് ഷുഡ് ബി റെപ്രസെന്റഡ് ബൈ കോമാസ്. അതായത് ഇവിടെ 2 പൊസിഷൻ വരും അല്ലെ. 2 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ 2 തവണ വരും. അപ്പോ പൊസിഷൻ എഴുതി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കോമ ഇടണം. അപ്പൊ നമുക്കിനി എക്സാമ്പിളിലോട്ട് കിടക്കാം. ഇതിന്റെ പേര് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യും. മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി മെയിൻ ചെയിനിൽ 7 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ. അവിടെ നമ്പറിംഗ് ചെയ്തിട്ടുണ്ട്, 7 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി നോക്കിയേ, ബോത്ത് സൈഡ്സ് അവർ നമ്പറിംഗ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റും നമ്പറിംഗ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ടു ലെഫ്റ്റും നമ്പറിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെ. 2 ഡയറക്ഷനിൽ നമ്പറിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്പറിംഗ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ബ്രാഞ്ചസ് എവിടെയൊക്കെയാണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 2 ബ്രാഞ്ച് ആണ് വരുന്നത് അല്ലെ. 2 ആൽക്കൈൽ ബ്രാഞ്ച് ആണ് വരുന്നത് അല്ലെ. അങ്ങനെ 2 ആൽക്കൈൽ ബ്രാഞ്ച് വരുമ്പോൾ 2ന്റെയും പൊസിഷൻ മെൻഷൻ ചെയ്യണം. അപ്പൊ നോക്കിയേ, ലെഫ്റ്റ് ടു, നമുക്ക് ആദ്യം ലെഫ്റ്റ് ടു റൈറ്റ് പൊസിഷൻ നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് പൊസിഷൻ നോക്കുമ്പോഴേക്കും ആദ്യത്തെ പൊസിഷൻ വരുന്നത് ഇവിടെ 3, ഈ 3 മൂന്നാമത്തെ കാർബണിലാണ് അല്ലെ. അടുത്തത് വരുന്നത് 6ാമത്തെ കാർബണിലാണ്. അപ്പൊ നമ്മൾ പൊസിഷൻ എങ്ങനെ എഴുതും? 3,6 എന്ന് എഴുതും. നമ്മൾ നേരത്തെ പഠിച്ച റൂൾ അനുസരിച്ച് പൊസിഷൻ അല്ലെ, പൊസിഷൻസിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? കോമ ഇടണം. അപ്പൊ 3ഉം 6ഉം ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ 3ഉം 6ഉം ആണെന്ന് വന്നു. ഇനി ഒന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ നോക്കിയേ. ആദ്യത്തെ ബ്രാഞ്ച് വരുന്നത്, അപ്പോൾ നോക്കാം, റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ നോക്കുമ്പോഴേക്കും ആദ്യത്തെ ബ്രാഞ്ച് വരുന്നത് 2ലാണ്, കോമ ഇട്ടു. 2ാമത്തെ ബ്രാഞ്ച് വരുന്നത് 5ലാണ്. ഓക്കെ, അപ്പൊ 2 ഡയറക്ഷനിലും നമ്മുടെ ബ്രാഞ്ചസിന്റെ പൊസിഷൻ മാർക്ക് ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ? അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ചെറുതാരാ നോക്കണം. ഈ ചെറുതാരാന്ന് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കിയേ, ആദ്യത്തെ നമ്പർ നോക്കാം. ഇവിടെ ആദ്യത്തെ നമ്പർ 3 ആണ്, ഇവിടെ ആദ്യത്തെ നമ്പർ 2 ആണ്. അതിലേതാ ചെറുത്? 2. അപ്പൊ നമ്മൾ ഇതെടുക്കും, ഇത് വേണ്ട. ഓക്കെ, ഫസ്റ്റ് നമ്പർ ചെറുത് വരുന്നത് ഏതാണോ ആ ഡയറക്ഷൻ എടുക്കും, മറ്റേനെ നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇൻ കേസ് ആദ്യത്തെ 2 നമ്പറും സെയിം ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത നമ്പർ നോക്കും, അതിൽ ചെറുത് ഏതാണോ ആ ഡയറക്ഷൻ എടുക്കും. ക്ലിയർ ആണോ? അപ്പൊ അത് അങ്ങനെ വരുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോഴേക്കും ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ വരുന്നത് 3ലും, റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ വരുന്നത് 2ലുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ ആണ് എടുത്തത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? പേര് കൊടുക്കും അല്ലെ. നെക്സ്റ്റ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? പേര് കൊടുക്കുന്നതിലോട്ട് കടക്കാം. പേര് കൊടുക്കുന്നതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? പൊസിഷൻ മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ നമ്മുടെ 2 പൊസിഷനും കോമ ഉപയോഗിച്ച് മാർക്ക് ചെയ്തു. ഓക്കെ, 2ലും 5ലുമാണ് നമ്മുടെ ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ 2,5 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തിടണം? ഹൈഫൻ ഇടണം. ഓക്കെ, ഇനി നമുക്ക് ആരൊക്കെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് നോക്കാം. ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ബ്രാഞ്ചും മീഥൈലാണ്, 2ാമത്തെ ബ്രാഞ്ചും മീഥൈലാണ്. 2ഉം മീഥൈലാണ് അല്ലെ. CH3 അതും CH3. അപ്പോ ഒരേ ഗ്രൂപ്പ് 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ എന്ത് ചേർക്കണമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? ഡൈ ചേർക്കണം. പ്രിഫിക്സ് ആയിട്ട് ഡൈ ചേർക്കണം. അപ്പൊ 2ഉം മീഥൈലാണ്. അപ്പൊ മീഥൈലിന് മുന്നേ നമ്മൾ എന്തും കൂടെ ചേർക്കണം? പ്രിഫിക്സ് ആയിട്ട് ഡൈ ചേർത്ത് കഴിഞ്ഞിട്ട് മീഥൈൽ എഴുതണം.
ബാക്കി എല്ലാം സെയിം ആണ്. ടോട്ടൽ 7 കാർബൺ ഉണ്ട്. 7 ആണെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് ഹെപ്റ്റ് ആണ്. അതിനോടൊപ്പം സഫിക്സ് ANEയും കൂടെ ചേർത്തു. നമ്മുടെ നെയിം എന്തെന്ന് വന്നു? 2,5-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ എന്ന് വന്നു. ക്ലിയർ ആണോ? ശ്രദ്ധിച്ച് പഠിക്കണം, ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. 2 ഡയറക്ഷനും നോക്കുക, നമ്പറിങ് ചെയ്യുക, പേരെഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് പേര് കിട്ടി 2,5-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. കണ്ടോ, 2,5-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. അതിന്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നോക്കിയേ, സ്റ്റെപ്പുകളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, എന്തൊക്കെയാ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ, നമുക്ക് 7 ആണ് എന്നുള്ളത് കിട്ടി. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്ര ഉണ്ട്? 2 ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ആരാണ് ബ്രാഞ്ച്? മീഥൈലാണ് ബ്രാഞ്ച്. വന്ന 2 ബ്രാഞ്ചും മീഥൈലാണ്. ഇനി കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് എങ്ങോട്ടേക്കാണ്? റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ നമ്മൾ എടുത്തത്? റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ എടുത്തത് അല്ലെ? അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ്. ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച് 2ലും 5ലും അല്ലേ വന്നത്? നോക്കിക്കേ, 2ലും 5ലും ആണ് കറക്റ്റ് പൊസിഷൻ വരുന്നത്. അതും മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാ? IUPAC നെയിം എഴുതുക. IUPAC നെയിം എങ്ങനെ എഴുതും? 2,5-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. അപ്പോ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ IUPAC നെയിം എന്താണ്? 2,5-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരിക. ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ IUPAC നെയിം എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ഫോർമുല. എന്താണ്? സ്ട്രക്ചറൽ ഫോർമുല. കണ്ടോ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ ഇതേപോലെ മാർക്ക് ചെയ്യുന്നത്, ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ഫോർമുല. ഇനി നമ്മൾ എന്ത് എഴുതി? അതിനൊരു പേര് എഴുതി അല്ലേ? IUPAC നെയിം എഴുതി. ആ സ്ട്രക്ചറൽ ഫോർമുല ഉള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് 2,5-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. 2 രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന്, സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് IUPAC നെയിം എഴുതാൻ ചോദിക്കുന്നത്. നമ്മളിത് ഇപ്പം ചെയ്തതുപോലെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് IUPAC നെയിം എഴുതാൻ ചോദിക്കും. ഇനി തിരിച്ചും ചോദിക്കാം. ഒരു IUPAC നെയിം തന്നിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. അപ്പൊ രണ്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്ട്രക്ചറൽ ഫോർമുല തന്നാൽ എങ്ങനെയാണ് IUPAC നെയിം എഴുതുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് പരിചയപ്പെടാനുള്ളത് IUPAC നെയിം തന്നിരുന്നാൽ എങ്ങനെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം എന്നുള്ളതാണ്. നോക്കിയേ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് 2,4-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. അപ്പൊ എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? ഇതാണ് IUPAC നെയിം അല്ലെ? IUPAC നെയിം തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് പറഞ്ഞു? സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞു അല്ലെ? IUPAC നെയിം തന്നിട്ട് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് എങ്ങനെയാണ് സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നതെന്ന് നോക്കാം. നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 2,4-ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ എന്നതാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നതെന്ന് നോക്കാം. സ്ട്രക്ചറൽ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കേണ്ടത് നമ്മുടെ വേർഡ് റൂട്ട്, നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം വരുമെന്നാണ് ആദ്യം നോക്കേണ്ടത്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം വരുമെന്ന് നോക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടുത്തെ ലാസ്റ്റ് നെയിം നോക്കുക, വേർഡ് റൂട്ട് നോക്കുക, ഹെപ്റ്റെയ്ൻ ആണ് അല്ലെ? ഹെപ്റ്റെയ്ൻ ആണ്. ഹെപ്റ്റെയ്ൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹെപ്റ്റെയ്ന് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7 കാർബൺ ആറ്റം വരും അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ആ ഒരു സ്കെലിറ്റൽ ഫോം ഒന്ന് മാർക്ക് ചെയ്യാം. 7 കാർബൺ ആറ്റം ഞാൻ ആദ്യം മാർക്ക് ചെയ്യാണ്. അപ്പൊ നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എങ്ങനെയാണ് ആ 7 കാർബൺ ആറ്റം മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു കാർബൺ ഇട്ടു, രണ്ടാമത്തെ കാർബൺ ഇട്ടു, മൂന്നാമത്തെ കാർബൺ ഇട്ടു, നാലാമത്തെ കാർബൺ ഇട്ടു, അഞ്ചാമത്തെ കാർബൺ ഇട്ടു, ആറാമത്തെ കാർബൺ ഇട്ടു, ഏഴാമത്തെ കാർബൺ ഇട്ടു. ഓക്കെ, അങ്ങനെ 7 കാർബൺ ആറ്റംസ് മാർക്ക് ചെയ്തു. ഹെപ്റ്റെയ്ൻ ആണ് അല്ലെ? അപ്പോ 7 കാർബൺസ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് പൊസിഷൻ എവിടെയൊക്കെയാണെന്ന് നോക്കണം. അപ്പൊ ആദ്യം നോക്കേണ്ടത് എന്താണ്? വേർഡ് റൂട്ട് ഏതാണെന്ന് നോക്കണം. അപ്പൊ മനസ്സിലായി 7 കാർബൺ ആറ്റം ഉണ്ടെന്ന്. അങ്ങനെ 7 കാർബൺ ആറ്റം ഇങ്ങനെ സ്കെലിറ്റൽ ഫോം ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നോക്കേണ്ടത് ഏതാണ്? പൊസിഷൻ ഏതാണെന്ന് നോക്കണം അല്ലെ? പൊസിഷൻ ഏതാണെന്ന് നോക്കണം. പൊസിഷൻ നോക്കിയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി 2, 4 ആണ്. അതിനർത്ഥം എന്താ? 2ലും 4ലും ബ്രാഞ്ച് ഉണ്ട് എന്നല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടുത്തെ രണ്ടാമത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 7 കാർബൺ മാർക്ക് ചെയ്തു. അതിൽ എവിടെയൊക്കെയാണ് ബ്രാഞ്ച് വരുന്നത്? രണ്ടാമത്തതിൽ ബ്രാഞ്ച് വരുന്നുണ്ട്, നാലാമത്തതിലും ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ ആ ബ്രാഞ്ചും മാർക്ക് ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ? 7 കാർബൺ ഇട്ടു കൊടുത്തു, പൊസിഷൻ നോക്കി, ആ പൊസിഷനിൽ ബ്രാഞ്ച് മാർക്ക് ചെയ്തു.
ഇനി നോക്കേണ്ടത് ആരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ട് വന്നത് എന്ന് നോക്കണം. ഇവിടെ ആരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ട് വന്നത്? മീഥൈൽ ആണ് അല്ലെ. നമുക്കറിയാം 2 എണ്ണം വരുമ്പോൾ ഡൈമീഥൈൽ എന്നാണ് വരുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് ഡൈമീഥൈൽ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മീഥൈൽ ആണ് ആൽക്കൈൽ ഗ്രൂപ്പ്. മീഥൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാർബണേ ഉള്ളൂ അല്ലെ, CH3. അപ്പൊ രണ്ടിടത്തും മീഥൈൽ ഇട്ട് കൊടുത്തു. ഡൈമീഥൈൽ ആണ്, അതായത് 2 മീഥൈൽ വരുന്നു. അങ്ങനെ രണ്ടിടത്തും മീഥൈൽ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ കാർബൺ ആറ്റത്തിന് വേണ്ട ഹൈഡ്രജൻ മാത്രം മാർക്ക് ചെയ്താൽ മതി. എങ്ങനെയാണ് ഹൈഡ്രജൻ മാർക്ക് ചെയ്യേണ്ടത്? നമുക്കറിയാം കാർബണിന്റെ വാലൻസി 4 ആണ്. അതിന്റെ അർത്ഥം എന്താ? കാർബണിന് 4 ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നല്ലേ. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഹൈഡ്രജൻ മാർക്ക് ചെയ്യാം. ദേ ഫസ്റ്റ് കാർബൺ നോക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് കാർബൺ അല്ലെ. ഈ ഫസ്റ്റ് കാർബൺ നോക്കുമ്പോഴേക്കും ഈ ഫസ്റ്റ് കാർബണിൽ നിന്നും ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 4 ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു ബോണ്ട് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര ബോണ്ടാണ് ഫോം ചെയ്യേണ്ടത്? 3 ബോണ്ടാണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? 3 ഹൈഡ്രജൻ ഇട്ട് ഫില്ല് ചെയ്യും. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടുത്ത കാർബൺ നോക്കാം. രണ്ടാമത്തെ കാർബൺ ഇതാണ്. ഈ കാർബൺ നോക്കുമ്പോഴേക്കും ഈ ലെഫ്റ്റില് ഒരു ബോണ്ട് പോകുന്നുണ്ട്, അതേപോലെ റൈറ്റില് ഒരു ബോണ്ട് പോകുന്നുണ്ട്, താഴോട്ടും ഒരു ബോണ്ട് പോകുന്നുണ്ട്. മൊത്തം എത്ര ബോണ്ടായി? 3 ബോണ്ടായി. 3 ബോണ്ട് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി എത്രയും കൂടെ മതി? ഒരു ബോണ്ടും കൂടെ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുക്കും. ക്ലിയർ ആണോ? അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ കാർബൺ നോക്കുമ്പോഴേക്കും ലെഫ്റ്റിൽ ഒരു ബോണ്ട് പോകുന്നുണ്ട്, റൈറ്റിൽ ഒരു ബോണ്ട് പോകുന്നുണ്ട്. മൊത്തം 2 ബോണ്ടായി. ഇനി 4 ആവാൻ 2 ഹൈഡ്രജനും കൂടെ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതും ഫില്ലായി. ഇനി അടുത്ത 4ാമത്തെ കാർബൺ നോക്കിക്കേ. ലെഫ്റ്റിൽ ഒരു ബോണ്ട് ഉണ്ട്, റൈറ്റിൽ ഒരു ബോണ്ട് ഉണ്ട്, താഴോട്ട് ഒരു ബോണ്ട് ഉണ്ട്. മൊത്തം 3 ബോണ്ട് ഉണ്ടായി. ഇനി എത്ര ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം? ഒരു ഹൈഡ്രജൻ മതി ഫില്ലാവാൻ അല്ലെ. മൊത്തം 4 ബോണ്ടല്ലേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഹൈഡ്രജൻ ഇട്ടപ്പോഴത്തേക്കും കാർബന്റെ വാലൻസി കംപ്ലീറ്റ് ആയി. അടുത്തെന്താ? അടുത്ത കാർബൺ നോക്കുക. ലെഫ്റ്റിൽ ഒരു ബോണ്ട് പോകുന്നുണ്ട്, റൈറ്റിൽ ഒരു ബോണ്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 വാലൻസി കംപ്ലീറ്റ് ആയി. ഇനി 2 വാലൻസിയും കൂടെ അധികം ഉണ്ട്. അപ്പൊ നമ്മൾ 2 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. ഈ കാർബന്റെ കേസും അങ്ങനെ തന്നെയാണ്. ലെഫ്റ്റിൽ 1, റൈറ്റിൽ 1. അപ്പൊ ഇനി 2 വാലൻസിയാണ് ബാക്കിയുള്ളത്. ഈ ലാസ്റ്റ് കാർബൺ വരുമ്പോഴേക്കും ലെഫ്റ്റിൽ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ. ഒരേ ഒരു വാലൻസി മാത്രമേ ഫില്ല് ആയുള്ളൂ. അപ്പൊ ഇനി 3 ബോണ്ട് ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര ഹൈഡ്രജൻ ഇട്ട് കൊടുക്കും? 3 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് 2,4-ഡൈമീഥൈൽ ഹെപ്റ്റൈന്റെ സ്ട്രക്ചറൽ ഫോർമുല. അപ്പോ IUPAC നെയിം തന്നിട്ട് സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് നമ്മൾ നോക്കിയത്. ഇത് ക്ലിയർ ആണോ? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത എക്സാമ്പിളോട്ട് പോകാം. കൂടുതൽ എക്സാമ്പിൾ ചെയ്യുന്തോറും നമുക്ക് കൂടുതൽ മനസ്സിലാവും. നിങ്ങളും എന്റെ കൂടെ അത് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിനി അടുത്ത എക്സാമ്പിൾ പരിചയപ്പെടാം. ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം തന്നിട്ടുണ്ട് 3,3-ഡൈഇഥൈൽ ഹെക്സൈൻ. അപ്പോ 3,3-ഡൈഇഥൈൽ ഹെക്സൈന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 3,3-ഡൈഇഥൈൽ ഹെക്സൈൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് 3,3-ഡൈഇഥൈൽ ഹെക്സൈന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതിനെയാണ്? നമ്മുടെ വേർഡ് റൂട്ട് ഏതാണെന്ന് നോക്കണം. വേർഡ് റൂട്ട് ഹെക്സൈൻ ആണ് അല്ലെ. വേർഡ് റൂട്ട് ഹെക്സൈൻ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ 6 കാർബൺസ് മാർക്ക് ചെയ്യാം. 1ാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ, 3ാമത്തെ കാർബൺ, 4ാമത്തെ കാർബൺ, 5ാമത്തെ കാർബൺ, 6ാമത്തെ കാർബൺ. ഇടയ്ക്ക് ഹൈഡ്രജൻ ഇടാനുള്ള സ്പേസും കൂടെ ഇട്ടേക്കുക. അതിനാണ് ഞാൻ കാർബൺ ഇങ്ങനെ നീക്കി എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6 കാർബൺ ഇട്ടു. ഇനി എന്ത് ചെയ്യാം? ആ 6 കാർബണിനും ഒന്ന് നമ്പറിങ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹെക്സൈൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നോക്കേണ്ടതാണ് ആദ്യം കിടക്കുന്ന പൊസിഷൻ ഏതാണെന്ന് നോക്കണം. നമ്മൾ ആദ്യം നോക്കുന്നത് അവസാനത്തെ വേർഡ് റൂട്ട് നോക്കും. അത് കഴിഞ്ഞാൽ നേരെ ആദ്യത്തിലോട്ട് വരും. എന്താണ്? പൊസിഷൻ നോക്കും. പൊസിഷൻ നോക്കിയപ്പോൾ മനസ്സിലായി 3, അതായത് 3ാമത്തെ കാർബണിലാണ് 2 ബ്രാഞ്ച് വരുന്നത്. 3 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 3ാമത്തെ കാർബണില് 2 ബ്രാഞ്ച് വന്നു. അപ്പൊ നോക്കിയേ, 3ാമത്തെ കാർബണില് 2 ബ്രാഞ്ച് ഇട്ടു. ഓക്കെ ആണോ? അപ്പൊ അതും ക്ലിയർ ആയി. അപ്പൊ 3ാമത്തെ കാർബണില് 2 ബ്രാഞ്ച് ഇട്ടു. ഇനി നമ്മൾ നോക്കേണ്ടത് ആരാണ് ബ്രാഞ്ച് എന്ന് നോക്കണം. ആരാണ് ഇവിടെ ബ്രാഞ്ച്? ഡൈഇഥൈൽ. ഈഥൈൽ ആണ് ബ്രാഞ്ച് അല്ലെ. അതായത് ഈഥൈൽ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വരും? 2 കാർബൺ ആറ്റംസ് വരും അല്ലെ. അപ്പൊ നമുക്ക് ഈഥൈൽ മാർക്ക് ചെയ്യാം. 2 കാർബൺ ആറ്റംസ് ഉണ്ട്. അതായത് CH2, CH3. ഇതാണ് ഈഥൈൽ ഗ്രൂപ്പ്. CH2, CH3.
അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ നമ്മൾ 2 ഈഥയിൽ മാർക്ക് ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ? 3 എന്ന് പറയാൻ കാരണം എന്താണ്? മൂന്നാമത്തെ പൊസിഷനിലാണ് 2 ബ്രാഞ്ചും വരുന്നത്. 2 ബ്രാഞ്ചും ഒരേ പൊസിഷനിൽ വന്നാൽ ആ നമ്പർ 2 തവണ എഴുതണം. നമ്മൾ നേരത്തെ 2ലും 3ലും പൊസിഷൻ വന്നപ്പോ 2, 3 എന്ന് മാർക്ക് ചെയ്തതുപോലെ 3ലുമാണ് പൊസിഷൻ അല്ലെ. 2ഉം 3ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3, 3 എന്ന് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ അത് ഈഥയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ CH2, CH3 വീതം മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഹൈഡ്രജൻ ആറ്റം ഫില്ല് ചെയ്താൽ മതി അല്ലെ. നോക്കിക്കേ, ഈ കാർബണിന് ഒരു ബോണ്ടേ പോയിട്ടുള്ളൂ, അപ്പം 3 ഹൈഡ്രജൻ ഇനി ആവശ്യമുണ്ട്. ഈ കാർബണിന് 2 ബോണ്ട് പോയി, അപ്പൊ 2 ഹൈഡ്രജൻ ഇനി ആവശ്യമുണ്ട്. ഈ കാർബണിനെ നോക്കുമ്പോ എത്ര ബോണ്ട് പോയി? 1, 2, 3, 4 ബോണ്ടും കംപ്ലീറ്റ് ആയി അല്ലേ. അതായത് കാർബണിന്റെ വാലൻസി 4 ആണ്. ആ 4ഉം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അപ്പൊ ഇനി ഹൈഡ്രജന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഹൈഡ്രജൻ വേണ്ട. 4ാമത്തെ കാർബൺ നോക്കുമ്പോ 1, 2 ബോണ്ടായി. അപ്പൊ ഇനി 2 ഹൈഡ്രജൻ വേണം. 5ാമത്തെ ബോണ്ടിനും സെയിം തന്നെയാണ്, 2 ബോണ്ടാണുള്ളത്. അപ്പൊ 2 ഹൈഡ്രജൻ വേണം. 6ാമത്തെ കാർബണിന് ഒരു ബോണ്ടേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇനി 3 ഹൈഡ്രജൻ വേണം. ഇതാണ് നമ്മുടെ 3,3 ഡൈ ഈഥൈൽ ഹെക്സൈന്റെ സ്ട്രക്ചറൽ ഫോർമുല. അപ്പോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? IUPAC നെയിം തന്നാൽ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. സ്ട്രക്ചറൽ ഫോർമുല തന്നാൽ IUPAC നെയിം എങ്ങനെ എഴുതാമെന്നും പഠിച്ചു. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യാ? ടെക്സ്റ്റിൽ ഒത്തിരി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വർക്ക് ചെയ്ത് നോക്കുക. അപ്പോഴേക്കും ഈ ഒരു സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഒരു കോമ്പൗണ്ട് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? IUPAC നെയിം കണ്ടുപിടിക്കണം. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ IUPAC നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണ്? മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക അല്ലെ. മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കിയേ, ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാർബൺ ആറ്റംസ് വരും? 1, 2, 3, 4 കാർബൺ ആറ്റംസേ വരുള്ളൂ അല്ലെ. ഇനി അടുത്തെന്താ? ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാർബൺ ആറ്റംസ് വരും? 1, 2, 3, 4, 5 കാർബൺ ആറ്റംസ് വരും. അപ്പൊ നമ്മുടെ മെയിൻ ചെയിൻ ഏതാണ്? മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത് ഈ ലോങ് ചെയിൻ ആണ് മെയിൻ ചെയിൻ ആയിട്ട് മാറുന്നത്. മെയിൻ ചെയിൻ ആയി കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്ന ഇവരെന്തായിട്ട് മാറും? ബ്രാഞ്ചസ് ആയിട്ട് മാറും അല്ലെ. ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ട് മാറും. ഇനി ഒന്ന് പേര് കൊടുത്ത് നോക്കിയേ, എവിടെയാണ് നമ്മുടെ ബ്രാഞ്ചസ് വന്നിട്ടുള്ളത്? 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത് അല്ലെ. 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നത്. 3ാമത്തെ കാർബണിൽ എത്ര ബ്രാഞ്ച് വന്നു? 2 ബ്രാഞ്ച് വന്നു. 3ൽ തന്നെ 2 ബ്രാഞ്ച് വന്നു. അപ്പോ ഇവിടെ എന്താ കണ്ടീഷൻ? ഒരേ പൊസിഷനിൽ 2 ബ്രാഞ്ച് വന്നാൽ, രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പൊസിഷൻ 2 തവണ എഴുതണം. 3ാമത്തെ പൊസിഷനിലാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്? മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. 2 മീഥൈൽ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡൈ മീഥൈൽ എന്ന് മാർക്ക് ചെയ്യും അല്ലെ. 3,3 ഡൈ മീഥൈൽ എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്താ നോക്കേണ്ടത്? മെയിൻ ചെയിനിൽ 5 കാർബൺ ആണുള്ളത്. അപ്പൊ അതിന്റെ കൂടെ എന്തും കൂടെ വരും? പെന്റെയിൻ എന്നും കൂടെ വരും. ഇതിന്റെ പേരെന്താ? 3,3 ഡൈ മീഥൈൽ പെന്റെയിൻ. അപ്പോ നമ്മളുടെ നോട്ട് ചെയ്യേണ്ടത്, ഒരേ പൊസിഷനിൽ 2 സെയിം ഗ്രൂപ്പ് റിപ്പീറ്റ് ആയിട്ട് വന്നാൽ ആ പൊസിഷൻ 2 തവണ എഴുതണം. ക്ലിയർ ആണോ? അപ്പോ 3,3 ഡൈ മീഥൈൽ പെന്റെയിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ഇത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. IUPAC നെയിം തന്നിരുന്നാൽ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പഠിക്കണം. സ്ട്രക്ചറൽ ഫോർമുല തന്നിരുന്നാൽ IUPAC നെയിം എഴുതാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ നോക്കിയത്? ആൽക്കെയിൻസിനെ നോമൻക്ലേച്ചർ ചെയ്യാനാണ് പഠിച്ചത് അല്ലെ. ആൽക്കെയിൻസിനെ എങ്ങനെയൊക്കെ നോമൻക്ലേച്ചർ ചെയ്യാന്ന് പഠിച്ചു. ആൽക്കെയിൻസിൽ ഒരു ബ്രാഞ്ച് വരുമ്പോൾ എങ്ങനെയാണ് നോമൻക്ലേച്ചർ എന്നും, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വരുമ്പോൾ നോമൻക്ലേച്ചർ എങ്ങനെ മാറുമെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി അല്ലെ. അപ്പോ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ചും നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ എന്ത് പഠിച്ചു? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെ എങ്ങനെ നോമൻക്ലേച്ചർ ചെയ്യാം. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ആൽക്കെയിൻസിന്റെ നോമൻക്ലേച്ചർ കംപ്ലീറ്റ് ആയി. അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് നെയിമിംഗ് കൊടുക്കുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ എങ്ങനെ നോമൻക്ലേച്ചർ വരും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത്.